നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരത്തിൽ നിയന്ത്രണം വിട്ട് ഓട്ടോ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ടൗൺ UP സ്കൂൾ, മഡോണ AUP സ്കൂളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. കാഞ്ഞങ്ങാട് വടകരമുക്കിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഉത്തം ദത്തിനാണ് കുത്തേറ്റത്. കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തോറോത്ത് വിഷം അകത്ത് ചെന്ന് ചികിത്സയിലായിരുന്ന 19-കാരി മരണപ്പെട്ടു. തോറോത്തെ ടി അശോകന്റെ മകൾ ടി അനശ്വരയാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ മരണപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷം. പാലക്കുന്ന്, പള്ളിക്കര, ചിത്താരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഒച്ച് ശല്യം രൂക്ഷമായത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേന്ദ്രസേനയും ഡൽഹി പോലീസും അതിക്രമം നടത്തിയെന്നാരോപിച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ നടന്ന സാമ്പത്തിക അഴിമതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ ജീവനക്കാരെ നിയമപരമായി ശിക്ഷിക്കണമെന്നാവശ്യം കാസർഗോഡ് ജില്ലാ കർഷക തൊഴിലാളി സംഘം ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിൽ നിയന്ത്രണം വിട്ട് ഓട്ടോ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ടൗൺ UP സ്കൂൾ, മഡോണ AUP സ്കൂളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാസർഗോഡ് നഗരത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കാസർഗോഡ് ടൗൺ UP സ്കൂൾ, മഡോണ AUP സ്കൂളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ന് രാവിലെ 9:45ഓടെയാണ് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടമുണ്ടായത്. കാസർഗോഡ് MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിലെത്തിയപ്പോൾ ഓട്ടോറിക്ഷയുടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർ ഉമേഷിനും പരിക്കേറ്റു. ഇവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് നഗരത്തിലെ 2 UP സ്കൂളുകളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. മഡോണ സ്കൂളിലെ വിദ്യാർത്ഥികളായ ആരാധ്യ, അഥർവ, അർവിൻ, കാസർഗോഡ് ടൗൺ മുനിസിപ്പൽ ഗവൺമെന്റ് UP സ്കൂളിലെ മറിയം, ദീപ്ന, അനശ്വര, ഇയാൻ സുനിൽ എന്നിവരാണ് പരിക്കേറ്റ വിദ്യാർത്ഥികൾ. പള്ളം TIA LP സ്കൂളിലെ റിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകട വിവരമറിഞ്ഞ് കുട്ടികളുടെ സ്കൂളുകളിൽ നിന്നും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തിയത്. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് വടകരമുക്കിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഉത്തം ദത്തിനാണ് കുത്തേറ്റത്. ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒപ്പം താമസിക്കുന്ന ഇമാനുവലാണ് ഉത്തം ദത്തിനെ കുത്തിയത്. വടകരമുക്കിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി ഉത്തം ദത്തിനാണ് കുത്തേറ്റത്. മുതുകിൽ ആഴത്തിലുള്ള മുറിവേറ്റ ഉത്തം ദത്തിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രിയാണ് സംഭവം. കൂടെ താമസിക്കുന്ന ഇമാനുവലാണ് ഉത്തം ദത്തിനെ കുത്തിയത്. വയറ്റിലും പുറത്തും നിരവധി കുത്തേറ്റ് ഗുരുതര നിലയിലാണ്. മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കിയപ്പോൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിനായിരുന്നു സുഹൃത്തായ പ്രതി കുത്തിയത്. തുടർന്ന് പ്രതി രക്ഷപ്പെട്ടു. കൊലപാതക ശ്രമത്തിന് പ്രതിയുടെ പേരിൽ ഹോസ്ദുർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തോറോത്ത് വിഷം അകത്ത് ചെന്ന് ചികിത്സയിലായിരുന്ന 19-കാരി മരണപ്പെട്ടു. തോറോത്തെ ടി അശോകന്റെ മകൾ ടി അനശ്വരയാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ മരണപ്പെട്ടത്. +2 പഠനത്തിന് ശേഷം ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനശ്വര.
കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അനശ്വര കുണ്ടംകുഴിയിലെ ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടി. പിന്നീട് ബേഡെടുക്ക താലൂക്ക് ആശുപത്രിയിലേക്കും തുടർന്ന് ചെങ്കളയിലെ സഹകരണ ആശുപത്രിയിലേക്കും മാറ്റി. ഡോക്ടർ നടത്തിയ പരിശോധനയിൽ നില ഗുരുതരമാണെന്ന് കണ്ടെത്തി. ഇതോടെയാണ് മംഗളൂരു ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ നടത്തിയ വിശദമായ പരിശോധനയിലാണ് വിഷം അകത്തു ചെന്നതായുള്ള കാര്യം സ്ഥിരീകരിച്ചത്. ചികിത്സ തുടരുന്നതിനിടയിൽ രാത്രി 10:30 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. അനശ്വരയുടെ മരണം സംബന്ധിച്ച് പിതാവ് നൽകിയ പരാതിയിൽ ബേഡകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അനസൂയയാണ് മാതാവ്. അശ്വിൻ സഹോദരനാണ്. ഡിവൈഎഫ്ഐ തേരോത്ത് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു അനശ്വര. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷം. പാലക്കുന്ന്, പള്ളിക്കര, ചിത്താരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഒച്ച് ശല്യം രൂക്ഷമായത്. ആഫ്രിക്കൻ ഒച്ചുശല്യത്തിൽ പൊറുതിമുട്ടി തീരദേശ മേഖല. പാലക്കുന്ന്, പള്ളിക്കര, മീത്തൽ മവ്വൽ, കരുവാക്കോട്, മവ്വൽ മഖാം സമീപം, പള്ളത്തിൽ, ചിത്താരി, കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലാണ് ഒച്ചുശല്യം രൂക്ഷം. പകൽ ചൂടിൽ മാലിന്യങ്ങൾക്കിടയിൽ കൂടുന്ന ഇവ വൈകുന്നേരങ്ങളിൽ വീട്ടുമുറ്റത്തും കടകളിലും കൂട്ടമായി എത്തുന്നു. ഉപ്പ് വിതറി നശിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രയോജനമുണ്ടാകുന്നില്ല. ഇത്തവണ വലിയ ഇനം ഒച്ചുകളാണ് കൂടുതലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവയുടെ സ്രവങ്ങളിൽ കാണുന്ന പരാതവിര മനുഷ്യരുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ മസ്തിഷ്കജ്വരത്തിന് വരെ കാരണമാകും. ശരീരത്തിൽ കൊണ്ടാൽ ചൊറിച്ചൽ അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. ഒരു തവണ 200ഓളം മുട്ടകളിടുന്ന ഇവ ചില്ലറക്കാരല്ല. ആഫ്രിക്കൻ ഒച്ചെന്നും രാക്ഷസ ഒച്ചെന്നും ഇവ അറിയപ്പെടുന്നു. മഴ പെയ്ത് ഭൂമി തണുത്തതോടെയാണ് നാട്ടിലും വീടുകളിലും ഒച്ചിൻ്റെ വരവ് കൂടിയത്. പച്ചക്കറി ചെടികളും മറ്റ് കാർഷിക വിളകളും ഇവ തിന്നു നശിപ്പിക്കുന്നുമുണ്ട്. ഒച്ചുകൾ വീണ കിണറുകൾ ക്ലോറിനേഷൻ നടത്തി ശുദ്ധീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. രാത്രികാലങ്ങളിൽ കൂട്ടമായി റോഡിലേക്കിറങ്ങുന്ന ഇവ വാഹനങ്ങൾ കയറിയിറങ്ങി നശിപ്പിച്ച് രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേന്ദ്രസേനയും ഡൽഹി പോലീസും അതിക്രമം നടത്തിയെന്നാരോപിച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട്ട് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. പുതിയകോട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സംസ്ഥാന പാതയാണ് ഉപരോധിച്ചത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധം നടന്നത്. പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ച ശേഷമായിരുന്നു റോഡ് ഉപരോധിച്ചത്. നരേന്ദ്രമോദി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കശാപ്പ് ചെയ്യുന്ന ഗവൺമെന്റായി മാറി. നമുക്കറിയാം, രാജ്യത്തെ നീറ്റ് പരീക്ഷയിൽ കോടാനക്കോടി രൂപ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെയും രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും അറിവോടുകൂടി കോടാനക്കോടി രൂപ കൈക്കൂലി വാങ്ങി അട്ടിമറി നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് ഡൽഹിയിൽ തലസ്ഥാന നഗരിയിൽ സമരം നടത്തുന്നത്. ആ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ അട്ടിമറിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ്. അത് മുഖവിലക്കെടുക്കാതെ ഒരുപാട് ദിവസക്കാലം
സമരം നടത്തുന്ന ആ വിദ്യാർത്ഥികളെ ഗൗനിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി കേന്ദ്ര ഗവൺമെന്റ് മാറി. ആ വിദ്യാർത്ഥികൾക്ക് നേരെ ഇന്നലെ കേന്ദ്ര സേനയും ഡൽഹി പോലീസും നരനായാട്ട് നടത്തി ആ വിദ്യാർത്ഥി സമരത്തെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു. അതിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ, രാജ്യത്തെ മതേതരത്വത്തെ കാവൽക്കാരൻ, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവരുടെ നേതൃത്വത്തിൽ, രാജ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ, രാജ്യത്തെ പാർലമെന്റിലെ കോൺഗ്രസിന്റെ MP-മാരുടെ നേതൃത്വത്തിൽ, കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. റോഡ് നിരോധിച്ച പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് നീക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് K. സുജാത ധർണ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പ്രവേശന പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹിയിൽ സമരം നടക്കുന്നത്. ധർണ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് K. സുജാത ഉദ്ഘാടനം ചെയ്തു. ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത് നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 40 ദിവസങ്ങളിലായി നമ്മുടെ തലസ്ഥാന നഗരം സമരത്തിന്റെ മുന്നിലാണ്.
നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ ദേശീയ പരീക്ഷ, പ്രവേശന പരീക്ഷകളൊക്കെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നീറ്റ് പരീക്ഷയായും മെയ് 3 നടന്ന നീറ്റ് പരീക്ഷയായാലും അതോടൊപ്പം CBSE +2 പരീക്ഷകളുടെയൊക്കെ ചോദ്യപേപ്പർ ചോർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് നമ്മുടെ വിദ്യാർത്ഥികളിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വിശ്വാസത, അതുപോലെ തന്നെ അവരുടെ ഭാവി നിർണ്ണയിക്കുന്നതിനുള്ള ആശങ്കയിൽ ഇരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെ മാത്രമല്ല, ആ വിദ്യാർത്ഥികളുടെ കുടുംബത്തെയും അതേപോലെ തന്നെ അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന സമൂഹത്തിനെയും കൂടി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 45 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷയുടെ ഭാഗമായി ഇന്ന് മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടാനായത്. 14ഓളം വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ നമ്മുടെ നാട്ടിലുണ്ടായി. ജില്ലാ പ്രസിഡന്റ് KV സുജാത അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന ട്രഷറർ K രാഘവൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം NK ലസിത, M സുനിൽകുമാർ, M രമേശൻ എന്നിവർ സംസാരിച്ചു. KV രാജേഷ് സ്വാഗതവും KG പ്രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ നടന്ന സാമ്പത്തിക അഴിമതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ ജീവനക്കാരെ നിയമപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യം. കാസർഗോഡ് ജില്ലാ കർഷക തൊഴിലാളി സംഘം ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ അടയ്ക്കുന്ന അംശാദായം ബോർഡിൽ അടയ്ക്കാതെ തിരിമറി നടത്തിയ ജീവനക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലാ കർഷക തൊഴിലാളി സംഘം BMS കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BMS സംസ്ഥാന സമിതി അംഗം കൃഷ്ണൻ കേളോത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഭാരതീയ മസ്ദൂർ സംഘം ആവശ്യപ്പെടുന്ന, വളരെ മുൻകാലത്ത് തന്നെ ആവശ്യപ്പെടുന്ന ഒരു വിഷയം എന്നുള്ളത് ഈ പിൻവാതിൽ നിയമനം അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് ഇവിടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് ഇവിടെ ജീവനക്കാരായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പല രീതിയിലുള്ള അഴിമതികളും, ഇത് ഇന്ന് തുടങ്ങിയതല്ല, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഉള്ള ഒരു സംഭവമല്ല, പല ജില്ലകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. കാരണം ഇവിടെ സൂചിപ്പിച്ചു, ഏറ്റവും അടിത്തട്ടിലുള്ള കർഷക തൊഴിലാളികൾ അവർ ദിവസവും അധ്വാനിച്ച് ആ അധ്വാനത്തിന്റെ ചെറിയൊരു ഭാഗം ഈ ക്ഷേമനിധിയിലേക്ക് അവർ അടയ്ക്കുകയാണ്. അതിൽ നിന്നും കിട്ടുന്ന അധിവർഷാനുകൂല്യം എന്നുള്ള ആനുകൂല്യം അവർക്ക് 60 വയസ്സ് പൂർത്തിയാകുന്ന സമയത്താണ് അവർ തിരിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ എത്രയോ വർഷങ്ങളായി ആ ആനുകൂല്യം കൊടുക്കാതെ ഇവിടെ കുടിശ്ശികയായിട്ട് കെട്ടിക്കിടക്കുകയാണ്. ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നില്ല. സർക്കാർ ആവശ്യപ്പെടുന്നത്, ഇവിടുത്തെ ട്രേഡ് യൂണിയൻ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഫണ്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ ഉപദേശിച്ചു കൊടുത്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുനിൽ വാഴക്കോട് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീത ബാലകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് കേളോത്ത്, ലീല കൃഷ്ണൻ, ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ, സെക്രട്ടറി അജയൻ, ട്രഷറർ കുഞ്ഞികൃഷ്ണൻ, യൂണിയൻ ഭാരവാഹികളായ നാരായണൻ വാഴക്കോട്, സുലോചന കോട്ടപ്പാറ, തങ്കച്ചൻ പാണത്തൂർ, രമിഷ, സുരേഷ് ദേളി, പുഷ്പരാജ്, വിജയകുമാരി, ശ്രീധര ചേനക്കോട്, ബാബുമോൻ ചെങ്കള, രാമചന്ദ്രൻ തട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഭാസ്കരൻ പൊയ്നാച്ചി സ്വാഗതവും ആനന്ദ മുല്ലേരിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പോലീസ് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പന്തം കൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു. രാഹുൽ ഗാന്ധിയെ
ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. കനത്ത മഴയെ കൂടെ വകവയ്ക്കാതെ ടൗണിൽ നടന്ന പ്രകടനത്തിന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, KV മുകുന്ദൻ, M രജീഷ് ബാബു, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, K പത്മനാഭൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടന്നു. പുല്ലൂർ AKG ഗ്രന്ഥാലയ പരിസരത്ത് നടന്ന അനുസ്മരണ പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും CPIM സ്ഥാപക നേതാവുമായ VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പുല്ലൂർ AKG ഗ്രന്ഥാലയ പരിസരത്ത് അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിനകത്ത് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നു വരാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് കേരളം. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവി. മറ്റൊരു നേതാവിനും കിട്ടാത്ത അംഗീകാരമാണ് ആ മുദ്രാവാക്യത്തിൽ നമ്മൾ കേട്ടത്. കേരളം മുഴുക്ക വിളിച്ചുള്ള മുദ്രാവാക്യമായിരുന്നു. ഒരു കാലത്ത് SRCPയുടെ ആഹ്വാനം 10-12 പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. ആ പിള്ളേരെന്ന് പറയുന്നത് അപകടകാരികളായ പിള്ളേരാണ്. അതിലൊരു അച്യുതാനന്ദൻ എന്നൊരു പേരുള്ള ഒരു പയ്യനുണ്ട്. ആ പയ്യന് നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളാണ് എന്ന് SRCPയുടെ പട്ടാളം തന്നെ അറിയിച്ച കാലം. SRCPയും പട്ടാളവും അപകടകാരി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ കണ്ണായതെങ്ങനെ, കേരളത്തിന്റെ കാലായതെങ്ങനെ, നമ്മുടെ മുന്നിലെ റോസാപ്പൂവാണെങ്ങനെ എന്ന് 8 പതിറ്റാണ്ടുകളേറെ കാലത്തെ രാഷ്ട്രീയ ജീവിതം. മുൻ ലോക്കൽ സെക്രട്ടറി V നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം സുനു ഗംഗാധരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാടിക്കാൽ നാരായണൻ, P കുഞ്ഞിക്കേളു എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി T ബിന്ദു സ്വാഗതം പറഞ്ഞു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി പ്രഭാതപേരിയും നടന്നു. അനുസ്മരണ പൊതുയോഗത്തിന് മുൻപായി പാർട്ടി മെമ്പർക്കായി നടത്തിയ പഠന ക്ലാസ്സിൽ ദേശാഭിമാനി ലേഖകൻ MO വർഗീസ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂരിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. വെള്ളിക്കോത്ത് നടന്ന അനുസ്മരണ പൊതുയോഗം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും പ്രമുഖ പ്രഭാഷകനുമായ AV രഞ്ജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികം CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു. ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അജാനൂർ ലോക്കലിലെ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിലും പതാക ഉയർത്തി പ്രഭാതപേരി നടത്തി. അടോട്ട് AKG സെന്ററിൽ പാർട്ടി അംഗങ്ങൾക്കായി പാർട്ടി ക്ലാസും സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് നടന്ന അനുസ്മരണ പൊതുയോഗത്തിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും പ്രമുഖ പ്രഭാഷകനുമായ AV രഞ്ജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് സമ്പൂർണമായ അനാഥത്വത്തിന്റെ വഴിയിലൂടെ ജീവിതത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തയ്യൽ തൊഴിലാളിയായ സഹോദരനെ സഹായിക്കാൻ വേണ്ടി VS പോയി തുടങ്ങിയത്. അന്നേ സ്വാതന്ത്ര്യ സമര പോരാട്ടം ശക്തിപ്പെട്ടു തുടങ്ങിയ ആലപ്പുഴയുടെ മണ്ണിൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായി VS മാറിയതറിഞ്ഞ് അദ്ദേഹത്തിന്റെ തയ്യൽശാലയിലേക്ക് VSനെ അന്വേഷിച്ച് നിരന്തരം പോലീസുകാർ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇനി സഹോദരനെ ഉപദ്രവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സ്വയം തീരുമാനമെടുത്തു. കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി
16-ാം വയസ്സിൽ കയർ ഫാക്ടറി തൊഴിലാളിയായി തൊഴിലെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട അജാനൂർ ലോക്കൽ കമ്മിറ്റി അംഗം മനോജ് കാരക്കുഴി അധ്യക്ഷത വഹിച്ചു. എം പൊക്ലൻ, മൂലക്കണ്ടം പ്രഭാകരൻ, ദേവി രവീന്ദ്രൻ, വി തുളസി, എ വി സഞ്ജയൻ, എ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. Adinal Kanyanadu. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyanadu. Phone 0467220270. 7 lines. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. നെഹ്റു കോളേജ് എക്കണോമിക്സ് വിഭാഗം ഹെറ്ററോഡോക്സ് എക്കണോമിക്സ് എന്ന വിഷയത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം സ്ഥാനം നേടിയവർക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കില തളിപ്പറമ്പ് കേന്ദ്രം ഡയറക്ടറും കണ്ണൂർ സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. നെഹ്റു കോളേജ് എക്കണോമിക്സ് വിഭാഗം ഹെറ്ററോഡോക്സ് ഇക്കണോമിക്സ് എന്ന വിഷയത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം സ്ഥാനം നേടിയവർക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കില തളിപ്പറമ്പ് കേന്ദ്രം ഡയറക്ടറും കണ്ണൂർ സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 50 ഔട്ട് ഓഫ് 50 കിട്ടിയാൽ പോലും നമ്മൾ തുടർന്ന് ഈ മേഖലയിൽ നമ്മൾ എവിടെ എത്തപ്പെടുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെയുണ്ട്. ഇപ്പോൾ ഇവരുടെ വിഷയം സാമ്പത്തിക ശാസ്ത്രമാണല്ലോ. ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പരമ്പരാഗതമായ കാഴ്ചപ്പാടുണ്ട്. ആ പരമ്പരാഗതമായ കാഴ്ചപ്പാട് വിഭിന്നമായതാണ്. അതിനെയാണ് ഹെറ്ററോഡോക്സ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യങ്ങളെ നിരാകരിക്കുന്ന, ബദൽ മാത്രമല്ല, പാരമ്പര്യങ്ങളെ നിരാകരിക്കുന്ന ഒരുപാട് സമീപനങ്ങളുടെ കൂട്ടായ്മ. അതാണ്
ഒരുപാട് സമീപനങ്ങളുടെ കൂട്ടായ്മയാണ് ഹെറ്ററോഡോക്സ് എന്ന് പറയുന്നത്. നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി ഒ അധ്യക്ഷത വഹിച്ചു. കോളേജ് IQ AC കോർഡിനേറ്റർ മിഥുൻ AV, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി മിഥുൻ PU എന്നിവർ സംസാരിച്ചു. എക്കണോമിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ വിനീഷ് കുമാർ KV സ്വാഗതവും ജിതിന PC നന്ദിയും പറഞ്ഞു. അക്കാദമിക് രംഗത്തെ ഈ മികവിനുള്ള ക്യാഷ് അവാർഡ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മുൻ അധ്യാപകനും കില തളിപ്പറമ്പ് കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ A അശോകനാണ് ഏർപ്പെടുത്തിയത്. പൊതുവിഭാഗത്തിൽ സർവകലാശാല തലത്തിൽ 1ാം സ്ഥാനം നേടിയ കാർത്തിക ശ്രീധരൻ, പട്ടികവർഗ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ അശ്വതി രാമചന്ദ്രൻ, നെഹ്റു കോളേജിൽ ഉയർന്ന മാർക്ക് നേടിയ സുദിന M, സർവകലാശാല തലത്തിൽ 2ാം സ്ഥാനം നേടിയ സായി പ്രസാദ് B, അവന്തിക V, വേദ പ്രവീൺ, ഗോപിക, സാദിയ AP, നഫീസത്ത്, നസറിന, അക്ഷയ, ആദിത് പ്രകാശ്, ഫാത്തിമത്ത്, റിഫ, മുഹമ്മദ് നൌഫൽ എന്നിവരാണ് ഈ വർഷത്തെ ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. KHRA സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഓഫീസ് പുതിയകോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് G ജയപാൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അത് നമുക്ക് എപ്പോഴും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, സംഘടനാപരമായ കാര്യങ്ങളൊക്കെ, അതൊന്നും സംസാരിക്കേണ്ട ഒരു രീതിയല്ല. ഒന്നാമത്തെ സമയം കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്ന ഒരു സ്ലോഗനുള്ള ഒരേ ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ജാതിമത ചിന്തകളില്ലാതെ, രാഷ്ട്രീയ ചിന്തകളില്ലാതെ എല്ലാവരും സ്നേഹത്തിലും നന്മയിലും വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് പോകുന്ന വലിയൊരു കൂട്ടായ്മയാണ് കേരളത്തിലെ KHRA എന്ന് പറയുന്ന ആ മഹത് പ്രസ്ഥാനം. അതിന് അതിൻ്റെതായ മാനം കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജില്ലയാക്കി നമ്മുടെ കാസർഗോഡിനെ മാറ്റാൻ ബിജു അടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതിന് സംസ്ഥാന കമ്മിറ്റി പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അത് നമുക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും വേണം. വിലക്കയറ്റവും കനത്ത നികുതി ഭാരവും ഉൾപ്പെടെ ഹോട്ടൽ റെസ്റ്റോറന്റ്സ് മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ വ്യാപാരികളുടെ അവകാശ സംരക്ഷണത്തിനും കൂട്ടായ്മയ്ക്കും ഇത്തരം ആധുനിക സജ്ജീകരണങ്ങളുള്ള ഓഫീസുകൾ വലിയ കരുത്താകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് C ശിശുപാലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികളായ ബിജു ചുള്ളിക്കര, മുഹമ്മദ് ഗസാലി, രാജൻ കുളക്കര, പ്രകാശൻ പരിപ്പുവട, AV അജേഷ്, സത്യനാഥ് ഇരിയണ്ണി, അസീസ് മൂസ, ഷിനോജ് റഹ്മാൻ, TJ മനോഹരൻ, രഘുവീർ പൈ, OT ജെയ്സൺ എന്നിവർ സംസാരിച്ചു. യൂണിറ്റിന്റെ വളർച്ചയ്ക്കും ഭാവി പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കരുത്തു പകരുന്ന രീതിയിലാണ് പുതിയ ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരവാഹികൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഒത്തുചേരാനുള്ള വിപുലമായ മീറ്റിംഗ് ഹാൾ സൗകര്യവും പുതിയ ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി മുതൽ അസോസിയേഷന്റെ ഔദ്യോഗിക യോഗങ്ങളും മറ്റ് അനുബന്ധ പരിപാടികളും കേന്ദ്ര ഓഫീസിൽ വെച്ച് തന്നെയായിരിക്കും നടക്കുക. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി M ഗംഗാധരൻ സ്വാഗതവും ഹമീദ് കൂളിയങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GTech എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാടിന്റെ സൗജന്യ തൊഴിൽമേള ജൂലൈ 25-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. GTech കാഞ്ഞങ്ങാടിന്റെ സൗജന്യ തൊഴിൽമേള ജൂലൈ 25-ന് നടക്കും. GTechന്റെ 313ാമത് തൊഴിൽമേളയാണ് കാഞ്ഞങ്ങാട് സെന്ററിൽ വെച്ച് നടത്തുന്നത്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ നടത്തുന്ന മേളയിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സ്, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പ്രൈവറ്റ് ലിമിറ്റഡ്, ടെക്നോ ഹബ്, മക്ക ഹൈപ്പർ മാർക്കറ്റ്, മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഫോക്കസ് ഗ്രൂപ്പ് എന്നിങ്ങനെ 15ഓളം കമ്പനികൾ പങ്കെടുക്കും. തൊഴിൽമേളയിൽ GTech വിദ്യാർത്ഥികൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും സൗജന്യമായി പങ്കെടുക്കാം. നമ്മള് എല്ലാ വർഷവും നമ്മളൊരു വലിയ ബുക്ക് ഇറക്കും. പ്രാവശ്യത്തെ ബുക്ക് നമ്മുടെ എല്ലാ GTech സെന്ററുകളിലും അവൈലബിൾ ആണ്. അവർക്ക് ഒന്നുകിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഈ സാധനങ്ങളൊക്കെ വരുന്ന ഓരോ ജോബ് ഫെയർ കഴിയുമ്പോഴും അതിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോട്ടീസ് കൂടിയൊക്കെ പബ്ലിഷ് ചെയ്യാറ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ IT മേഖലയിലൊക്കെയുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്വിച്ച് ചെയ്യും. നമ്മള് കുറെ ആൾക്കാരൊക്കെ നമ്മൾ കൊടുക്കുന്ന ടെക്നോ പാർക്കില്, IT പാർക്കില് ഒക്കെയാണ്. ഇപ്പോ വലിയ വലിയ കമ്പനികളിലൊക്കെ കൊടുക്കുന്നവർ പോലും അവിടെ ഒരു പരിധിക്ക് നിൽക്കുള്ളൂ. പിന്നെ ഒരിടത്തിലേക്ക് നീങ്ങും.
എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം ഉണ്ടാവുള്ളൂ. ആ എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ ഓരോ സ്വപ്നത്തിലേക്ക് ഒരു പോകും. അതിന് പറയാൻ SSLC, +2, ഡിഗ്രി, PG തുടങ്ങി ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും 4 അഭിമുഖങ്ങളിൽ വരെ പങ്കെടുക്കാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ GTech മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ്, GTech കാഞ്ഞങ്ങാട് സെന്റർ ഡയറക്ടർ രമേശ് ടി, ഏരിയ മാനേജർ ദീപക് ദേവദാസ്, സെന്റർ മാനേജർ സുനീഷ് കക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ബല്ല ലോക്കൽ കമ്മിറ്റി VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പഠന ക്ലാസും നടത്തി. CPIM ബല്ല ലോക്കൽ കമ്മിറ്റി പുന്നപ്ര വയലാർ സമരനായകൻ, CPI മുൻ പോളിറ്റ് ബ്യൂറോ അംഗം, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക അനുസ്മരണ ദിനത്തിൽ അനുസ്മരണ പൊതുയോഗം നടത്തി. പാർട്ടി അംഗങ്ങൾക്ക് പഠന ക്ലാസും സംഘടിപ്പിച്ചു. അതിയാമ്പൂരിൽ നടന്ന അനുസ്മരണ പൊതുയോഗത്തിൽ CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം ശിവജി വെള്ളിക്കോത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു ഘട്ടത്തിൽ പോലീസ് പിടിയിലാവുന്നു, ക്രൂരമായ മർദ്ദനം. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെല്ലാം ഈ തോക്കിന്റെ മഴത്തിൽ കൊണ്ട് കാലിന്റെ അടിയിലെല്ലാം ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായിട്ടുള്ള കഥകളെല്ലാം നമ്മളെല്ലാം വായിച്ചതാണ്. അദ്ദേഹം അതെല്ലാം അനുഭവത്തിന്റെ ഭാഗമായിട്ട് പറയുകയുണ്ടായി. 1946 പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച്. ആ ഘട്ടമെല്ലാം കഴിഞ്ഞ് 1947 നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സഖാവ് AKജിയോടൊപ്പം സഖാവ് VS ജയിലിലായിരുന്നു. നമ്മളെ ആക്ഷേപിക്കാൻ RSSകാരനും കോൺഗ്രസുകാരനും പറയാറുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് പങ്ക്, അവരെന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അവരോട് നമുക്ക് വളരെ മാന്യതയോടെ പറയാൻ വേണ്ടി കഴിയണം. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോ പാവങ്ങളുടെ പടത്തലവരായ AKജിയും പുന്നപ്ര വയലാർ സമരം പോരാളിയായിട്ടുള്ള സഖാവ് VSും എല്ലാം ജയിലിലായിരുന്നു. എന്തിനാ ജയിലിൽ പോയത്? തേങ്ങാമോഷണത്തിനൊന്നുമല്ല. ആ നാടിനകത്തെ ദിവാൻ ഭരണത്തിനെതിരെ അമേരിക്കൻ മോഡൽ അറബികളിൽ നിന്ന് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സമരം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സഖാക്കളെല്ലാം ജയിലിലായത് എന്നതും നമുക്ക് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. AK ആൽബർട്ട് അധ്യക്ഷത വഹിച്ചു. CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ, M സേതു, KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി N ഗോപി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിസ്മയിപ്പിക്കുന്ന റോബോട്ടിക് ഷോ നടന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷന്റെയും PBM വിദ്യാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ലഹരിവിരുദ്ധ റോബോട്ടിക് ഷോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വിദ്യാസമ്പന്നമായ നമ്മുടെ സംസ്ഥാനത്ത് സംസ്കാര സമ്പന്നതയും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ആശയമൂല്യങ്ങളോടെ പ്രവർത്തിക്കണം. ലഹരി മനുഷ്യനെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന ക്യാൻസറാണ്. അത് ഇല്ലാതാക്കണമെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ നാം ഓരോരുത്തരും നാടിന്റെ നാശത്തിന് വിപത്തായ ലഹരിയെ തുടച്ചുമാറ്റണമെന്ന് അബ്ദുള്ള കുഞ്ഞി കുട്ടികളോട് പറഞ്ഞു. ഇബ്രാഹിം നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പുതുതായി ചാർജെടുത്ത PBM പ്രിൻസിപ്പൽ വിദ്യ PC സ്വാഗതം പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയിൽ ലയിച്ചു ചേർന്ന ഒരു ആധുനിക യുഗത്തിലാണ് നാം ജീവിക്കുന്നതെന്നും ലോകത്ത് മനുഷ്യനേക്കാൾ വെല്ലുന്ന പ്രവർത്തനങ്ങളാണ് മനുഷ്യനിർമ്മിതമായ റോബോട്ട് പ്രവർത്തിക്കുന്നതെന്നും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. വിദ്യാനഗർ പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്നു. റോബോട്ടിന്റെ സാധ്യതകളും ലഹരി എന്ന മഹാവിപത്തിനെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. മധുര ജീവിതം സഫലമാകണമെങ്കിൽ അകതാരിൽ നമ്മുടെ മനസ്സിൽ ദൃഢമായ ഒരു പ്രതിജ്ഞയുണ്ടാകണമെന്നും ലോകത്തിന്റെ വഴിവിളക്കാണ് നിങ്ങൾ വിദ്യാർത്ഥികളെന്നും ഇരുട്ടാക്കുന്ന ലഹരിയെ നിങ്ങൾ നിങ്ങളുടെ വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കണമെന്നും ഇൻസ്പെക്ടർ കുട്ടികളോട് പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ നടന്നത് PBMന്റെ ചരിത്രത്തിലെ അഭിമാന നിമിഷമെന്ന് അഡ്മിനിസ്ട്രേറ്റർ മക്കാർ മാഷ് പറഞ്ഞു. സാങ്കേതിക വിദ്യയിൽ മുങ്ങിത്താഴുന്ന പുതിയ തലമുറയ്ക്ക് പുത്തൻ ഉണർവ് ഇതുമാത്രം ആകരുത്. ലഹരിയെ ഇല്ലാതാക്കാനുള്ള ആർജവവും നിങ്ങളിൽ ഉണ്ടാക്കണമെന്ന് മക്കാർ മാഷ് കൂട്ടിച്ചേർത്തു. PTA വൈസ് പ്രസിഡന്റ് സലാം ചിർക്കള, ഹുസൈൻ ബേർക്ക, അൻഷിഫ അർഷാദ്, പുരുഷോത്തമൻ നായർ, രമ ടീച്ചർ, സുജാത ടീച്ചർ, പിങ്കളാക്ഷി ടീച്ചർ, ആയിഷ പൂവൽ എന്നിവർ ആശംസകൾ അറിയിച്ച ഈ പരിപാടിയിൽ JRC കോർഡിനേറ്റർ ജയരാജൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈക്ക പുണ്ടൂർ ALP സ്കൂളിൽ ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു. ബഹിരാകാശ സഞ്ചാരികളുടെ മോഡൽ സ്പേസ് സ്യൂട്ട് ധരിച്ച് വിദ്യാർത്ഥികൾ ചാന്ദ്രദിനം കൊണ്ടാടി.
പൈക്ക പുണ്ടൂർ ALP സ്കൂളിൽ ചാന്ദ്രദിനാചരണം സംഘടിപ്പിച്ചു. ബഹിരാകാശ സഞ്ചാരികളുടെ മോഡൽ സ്പേസ് സ്യൂട്ട് ധരിച്ച് വിദ്യാർത്ഥികൾ ചാന്ദ്രദിനം കൊണ്ടാടി. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ മലയാളി ഡോക്ടർ അനിൽ മേനോനെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ചാന്ദ്രദിന ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു സെബാസ്റ്റ്യൻ, അധ്യാപകരായ രവിശങ്കർ A, രാജശ്രീ V, ഭാഗ്യലക്ഷ്മി K, സജീന PM, വിമലകുമാരി A, വന്ദന U, D സവിത, കിരൺ കരിച്ചേരി, D അങ്കിത, SR ശ്രീരാജ്, CH ഉണ്ണിമായ, ശ്രീജി PV, E സീനത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരത്തിൽ നിയന്ത്രണം വിട്ട് ഓട്ടോ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ടൗൺ UP സ്കൂൾ, മഡോണ AUP സ്കൂളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. കാഞ്ഞങ്ങാട് വടകരമുക്കിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഉത്തം ദത്തിനാണ് കുത്തേറ്റത്. കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തോറോത്ത് വിഷം അകത്ത് ചെന്ന് ചികിത്സയിലായിരുന്ന 19-കാരി മരണപ്പെട്ടു. തോറോത്തെ ടി അശോകന്റെ മകൾ ടി അനശ്വരയാണ് മംഗളൂരുവിലെ ആശുപത്രിയിൽ മരണപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലകളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷം. പാലക്കുന്ന്, പള്ളിക്കര, ചിത്താരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഒച്ച് ശല്യം രൂക്ഷമായത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേന്ദ്രസേനയും ഡൽഹി പോലീസും അതിക്രമം നടത്തിയെന്നാരോപിച്ച് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ നടന്ന സാമ്പത്തിക അഴിമതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ ജീവനക്കാരെ നിയമപരമായി ശിക്ഷിക്കണമെന്നാവശ്യം. കാസർഗോഡ് ജില്ലാ കർഷക തൊഴിലാളി സംഘം ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.